ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് പാണ്ഡ്യപ്പള്ളിൽ ശ്രീ പി കുര്യാക്കോസ് അന്നമ്മ ദമ്പതിമാരുടെ ഭവനത്തിലാണ്. ആ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഉണർവ് 2025 രണ്ടുപേർക്കും സ്വാഗതം. അപ്പച്ചൻ്റെ ആദ്യം നമുക്ക് തുടങ്ങാം. അപ്പച്ചൻ ജനിച്ച വർഷം ഓർക്കുന്നുണ്ടോ? അതെ, മേടമാസം മേടമാസത്തിലാണ് 22 1122 ആണ്ട് മേടമാസം 17 ബുധനാഴ്ച ജാതനായ. ഓക്കെ മലയാള വർഷമാണ്, മലയാള മാസമാണ്. നമ്മള് മാതാപിതാക്കളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? മാത്തു പൈലി, അപ്പന്റെ പൈലി വേലി. പിന്നെ സഹോദരന്മാര് മത്തായി ഒന്ന്, മത്തായി വർഗീസ്, 3 പെണ്ണുങ്ങള് ഏലിയമ്മ, സാറാക്കുട്ടി, മേരി. ഇത്രയും സഹോദരന്മാരൊക്കെ ഉള്ളത്. അപ്പച്ചന് കൃഷി ആയിരുന്നോ അതോ? എനിക്ക് കൃഷിയായിരുന്നു. പിന്നെ കുറച്ച് കുറച്ച് നാളുകളായിപ്പോ റബ്ബറും വെട്ടിക്കൊണ്ട് നടന്നു. അത് കഴിഞ്ഞ പിന്നെ ഒരു വണ്ടി ആക്സിഡന്റ് വന്ന പിന്നെ ഈ പണിക്കൊന്നും അങ്ങനെ പോകുന്നില്ല. വിദ്യാഭ്യാസം 7 സ്റ്റാൻഡേർഡ് വരെ പഠിച്ചു. എന്ന് പറഞ്ഞൊരു 10, 13, 14 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ട് നേരെ അപ്പന്റെ അമ്മയുടെ കൂടെ കൃഷിക്കായിട്ട് ഇറങ്ങി. കൃഷിയും ഈ പറഞ്ഞോണം. ആക്സിഡന്റ് എന്താ സംഭവിച്ചേ? വണ്ടി ഇടിച്ചതാണോ? ഈ സ്കൂട്ടറായിരുന്നു, ഇലക്ട്രിക് സ്കൂട്ടറായിരുന്നു. അത് വണ്ടി ഓടിച്ചിട്ട് എന്നടിക്കല്ലേ ഇത്. അവര് വണ്ടി ദിശ മാറി വന്ന് വണ്ടി പതിയെ ഒരു ബസ് വന്ന് അവിടെ സ്റ്റോപ്പിൽ നിർത്തിയത്. അതിന്റെ പുറകിൽ ഞാൻ. അപ്പൊ ഞാൻ അവിടുന്ന് ഇത്തിരി ഇങ്ങോട്ട് കയറിപ്പോ ഒരു 2 പിള്ളേരാ ഒരു പറന്ന് എന്നോട് വന്നു. അപ്പൊ വണ്ടി ഇവരുടെ വരവാണ് ഇപ്പൊ എങ്ങോടെ മാറ്റുന്നത്. അതായത് ഇങ്ങനെ ഇങ്ങോട്ട് അവൻ അവന്റെ കിഴക്കോട്ട് അവന്റെ സൈഡാക്കാണല്ലോ. അപ്പൊ ഇത്തിരി അങ്ങോട്ട് അങ്ങ് മാറി ഈ പറഞ്ഞ നേരം കൊണ്ട് വന്ന് ഇടിച്ചു. ഇടി കഴിഞ്ഞ ഫ്രണ്ട് വീലിനടിച്ച് ഞാൻ അങ്ങോട്ട് റോട്ടിലേക്കാണ് അങ്ങോട്ടൊക്കെ മറിഞ്ഞു വീണിട്ട് ഇവിടെ ഇപ്പൊ മരത്തിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഈ വയറിനങ്ങാണ്ട് ചതവ് പറ്റിയിരുന്നു. വേറെ ഒരു കംപ്ലൈന്റും പറ്റിയില്ല. ഇത് എത്ര വർഷമായി? അതിപ്പോ 1 വർഷം കഴിഞ്ഞു. 2ാം വർഷത്തിലേക്ക് പറഞ്ഞു. അമ്മയുടെ വിശേഷങ്ങളൊന്ന് പറയാവോ? ഏത് വർഷമാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത് എന്നൊക്കെ ഒന്ന് പറയാവോ? ഓർക്കണില്ല, ജനനം ഓർക്കണില്ല. അത് അമ്മയുടെ വീട് ക്വാറന്റൈനിലാണ്. മാസം ഏതാണ്ടിലെ ജനിച്ചത് അത് കുഴപ്പമില്ല. അവിടുത്തെ വീട്ടുപേരൊന്ന് പറയാമോ? പാലക്കാട്. സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? 5 പേര്. അമ്മ പറഞ്ഞു 5 പേരുണ്ടായിരുന്നു. 5 ആങ്ങളമാർക്ക് ഒരു പെങ്ങളുള്ളതാണോ? അതാണ് 5 ആങ്ങളമാർക്ക് ഒരു പെങ്ങളുണ്ടായതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ പഠനം പഠനം ഉണ്ടായിട്ടുണ്ടോ? 4 ക്ലാസ് വരെ പഠിച്ചത് ആണോ? അത് അവിടത്തെ മഴുവന്നൂര്. അപ്പനും അമ്മയ്ക്കും കൃഷിപ്പണിയൊക്കെ ആയിരുന്നോ? ആണ്. അപ്പൊ പിന്നെ നമ്മള് ആ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞത് പിന്നെ അടുക്കളയിലെ ജോലികള് കാര്യങ്ങള് അമ്മേനെ സഹായിക്കല് പിന്നെ അങ്ങനെ അങ്ങ് പോയി. കല്യാണം ഏത് വർഷോ മാസം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് കല്യാണം ഈ പറഞ്ഞ ഒരു ചിങ്ങമാസം 22 തീയതിയാണ്. അത് ഏതാ ആണ്ടെന്ന്
എനിക്കൊരു 22 വയസ്സുള്ളപ്പോ കല്യാണം നടത്തിയതാണ്. അപ്പൊ അന്നേരം അമ്മയ്ക്ക് എത്ര വയസ്സായിരുന്നു? എത്ര? 19 വയസ്സ്. 19 വയസ്സ് 22 വയസ്സ്. എനിക്ക് അന്നേരം തൊഴില് നമുക്ക് തൊഴില് എനിക്ക് കൃഷിപ്പണിയൊക്കെ കല്യാണം കഴിക്കുമ്പോ കൃഷിപ്പണിയായിരുന്നു. അതുവരെ വേറെ പണിക്കൊന്നും പോയിട്ടില്ല. അതുവരെ കുറച്ച് 1 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു കൃഷി. പിന്നെ കുറച്ച് പറമ്പ് ഒക്കെ ഒരു 2 ചില്ലാൻ ഏക്കർ ഇവിടെയുണ്ട്. അങ്ങ് താഴെ അല്പം ഒരു 10-30 സെന്റ് അവിടെയുണ്ട്. അതൊക്കെ വീതം വന്നപ്പോ ഇങ്ങനെ ഒരു 60 സെന്റ് വീതം കിട്ടുമോ. അപ്പൊ നെല്ലായിരുന്നു അതോ മറ്റ് ജാതി അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു? നെൽകൃഷിയായിരുന്നു കൂടുതൽ. പിന്നെ അടയ്ക്കാമരം ഉണ്ടായിരുന്നു. നെല്ലൊക്കെ നമ്മൾ തന്നെ ആയിരുന്നോ കാര്യങ്ങളൊക്കെ? പണിക്ക് ആളെ കൂട്ടിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നോ? കൊച്ചിന് മാത്രമേ ആളെ കൂട്ടുള്ളൂ. ബാക്കി മറ്റു വരമ്പ് പണികളൊക്കെ ഞാനായി ചെയ്യുന്നില്ല. എത്ര മക്കളാ? 3 പേരാ. മൂത്തേര് പെണ്ണാ. അത് രണ്ടാമത്തെ എൽദോ. മൂന്നാമത്താണ് ഇവിടെ റെഡി. മൂത്തയാളെ എങ്ങോട്ടാ കല്യാണം കഴിച്ചു വിട്ടേ? കല്യാണം കഴിച്ച് ഈ പട്ടിമറ്റത്ത് നിന്നാണ്. അവന് അവിടെ ഒരു 1 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്. അവിടെ ഒരു പേരെ വെച്ച് അവൻ അവിടെ കിടക്കുക. ഈ മില്ലുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ അവന് 2 മക്കളാ, ഒരു പെണ്ണും ഒരാണും. ഇവിടെ 3 ആൺപിള്ളേരാ. ഇവിടെ പിന്നെ അവരെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. മോളൊക്കെ വരാറില്ലേ? മോള് ഇവിടെ അടുത്ത കെട്ടിയാണ്, ഈ കുരുത്തുമ്മൻ. പിന്നെ മറ്റൊരു ഇവിടെ അവര് വേറെ താമസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തൊഴിലുകൾ ഒക്കെ 2 പേരും കൂടിയാണ് നടത്തുക. ഒരാൾ ഈ ചെങ്കല്ലുമട നടത്തുക, പിന്നെ മറ്റവൻ ഈ കെട്ടിടങ്ങൾ പണിയിപ്പിച്ചു കൊടുക്കലും പണിയും ഒക്കെ ആയിട്ട് അവനും അങ്ങനെ കഴിച്ചു കൂട്ടുന്നത്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു മക്കളൊക്കെ സന്തോഷമായിട്ട് പോയിരുന്നു. മക്കള്, അവരുടെ കുടുംബം, കൊച്ചുമക്കളൊക്കെ. പെണ്ണിന് ഒരാണും ഒരു പെണ്ണുമാ. അവര് കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഒരാണും ഒരു പെണ്ണും ആയിട്ട് അതിന് 2 പേരും വിവാഹം കഴിച്ചു. ഓക്കെ. എൽദോച്ചന്റെ കല്യാണം കഴിച്ചിരിക്കുന്നത് അത് ഈ പട്ടിമാറ്റത്തുനിന്ന് കല്യാണം കഴിച്ചാണ്. അവിടെ ഒരാണും ഒരു പെണ്ണുമാണ്. ഇവിടത്തെ മകന്റെ വിശേഷം ഒന്ന് പറയാവോ? റീസേണ്ണ എവിടെന്നാ കല്യാണം കഴിച്ചിരിക്കുന്നത്? കോടനാടെന്നാണ്. ഇവിടെ കൊച്ചുമക്കള്, റീസേണ്ണന്റെ മക്കള് പോളൂട്ടൻ മൂത്തതാണോ? അതെ, ഇവിടെ മൂത്ത്. രണ്ടാമത്തെ മാത്യൂസ്, മൂന്നാമത്തെ എൽദോ. അവർ 2 പേരും കൂറിലോസ് പഠിക്കുകയാണ്. ജീവിതത്തിൽ മറക്കാനാകാത്ത ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളുണ്ടോ? സന്തോഷമായാലും സങ്കടമായാലും എന്തെങ്കിലും ഉണ്ടെന്ന് പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വണ്ടി ആക്സിഡന്റൊക്കെ പറ്റി മറ്റു ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ പങ്കുവയ്ക്കാനുണ്ടോ? വിഷമങ്ങളുണ്ട്. മക്കൾക്ക് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടുള്ളൊരു വിഷമമുണ്ട്. ഇതിലിങ്ങനെ വന്നു ആ സങ്കടങ്ങളുണ്ട്. എന്താ പറയാ, അത് തമ്പുരാൻ നിശ്ചയിക്കുന്നതല്ലേ. സന്തോഷമായിട്ട് എന്താ ഉള്ളേ? സന്തോഷമായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം 56-60 വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്? എല്ലാവർക്കും ഉണ്ടാകുന്ന സന്തോഷങ്ങള് അല്ലെ? മക്കളും ഉണ്ടാവുന്നു, ആദ്യത്തെ കൊച്ചുണ്ടാവുന്നു, പിന്നെ 2ാമത്തെ 3ാമത്തെ കൊച്ചുങ്ങൾ ഉണ്ടാവുമ്പോ അതൊക്കെ ഒരു സന്തോഷം. അതൊക്കെ സന്തോഷമാണ്. നിങ്ങള് ഇത്ര വർഷത്തെ ഒരു ദാമ്പത്യ ജീവിതത്തില് പിണക്കങ്ങളില്ലാത്തവരില്ല. പിണക്കങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ യാതൊരു പിണക്കവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല.
ഓ ഇല്ല ഇല്ല. സന്തോഷം. ഓക്കെ ഓക്കെ, സന്തോഷം. ഒരു കുടുംബമല്ലേ എന്തെങ്കിലും തീർച്ചയായിട്ടും കാലം ആകുമ്പോ തട്ടിമുട്ടി ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പിണക്കങ്ങളാണ്. ദേഹോദ്രവമായിട്ടോ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉള്ളൂ, ഒന്നുമില്ല. അതുമില്ല. അങ്ങനെ അത് എന്തെങ്കിലും പറഞ്ഞാൽ അത് അല്പ സ്വല്പം നേരത്തേക്കേ ഉള്ളൂ. അത് അത് കഴിഞ്ഞങ്ങ് തീർന്നു. അത് സന്തോഷം. അത് നല്ലൊരു മാതൃകയാണ് ഇന്നത്തെ കാലഘട്ടത്തില്. പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞ പിണങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ നിങ്ങൾ നല്ലൊരു മാതൃകയാണ്. അത് പിന്തുടരാനായിട്ട് ഇന്നത്തെ സമൂഹത്തിന് സാധിക്കട്ടെ. ഒരു പാട്ട് ഞങ്ങക്ക് പാടി തരാവാ? മലയിൽ വിലാപത്തിൻ മാറ്റൊലി കേട്ടു, എന്നെ കൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. സന്തോഷം, സന്തോഷം. താങ്ക് യു. ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ ഒരു ഉപദേശം എന്തെങ്കിലും പറയും? നമ്മൾ ഇത്ര പ്രായമായി, കുടുംബജീവിതത്തിൽ ഇത്ര വർഷങ്ങളൊക്കെ ആയി, അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട്. ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തില് അവർക്ക് ഈ പൊതുതലമുറ ഒരുവിധം മാന്യമായ രീതിയിൽ ജീവിക്കണമെന്നും അവരുടെ കുടുംബങ്ങളെ സംരക്ഷിച്ചൊക്കെ പോകണം. പിന്നെ നാടിനും മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകാ പുരുഷനായി വളരണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹവും ഒരു ഉപദേശവും നമുക്ക് കൊടുക്കാനുള്ളത് അത് തന്നെ. അതെ, അതിൽ കൂടുതൽ അതൊന്നും പറഞ്ഞാലൊന്നും അവര് വഹിക്കൂല. നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അമ്മയ്ക്ക് എന്താ ഒരു ചെറിയൊരു ഉപദേശം കൊടുക്കാനുള്ളത്? എന്റെ മക്കളൊക്കെ നല്ല രീതിയിൽ വളരണം, സന്തോഷമായിട്ട് ജീവിക്കണം. എല്ലാ മക്കളും സന്തോഷമായിട്ട് ജീവിക്കണം. അവര് നല്ലപോലെ പഠിക്കുന്ന നിലയിലാക്കണം എന്നൊക്കെയുള്ള വിചാരം. ഇങ്ങനെയുള്ള വിചാരങ്ങളും ആ വിചാരങ്ങൾക്കൊപ്പം അത് ഉപദേശങ്ങളുമായിട്ടാണ് പ്രിയപ്പെട്ട മാതാവിന് നമുക്ക് നൽകാനുള്ളത്. അപ്പൊ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു പ്രായത്തില് നമ്മുടെ ഒരു നേരം പോക്ക് എന്താ ഉള്ള? ഇപ്പൊ നമുക്ക് പണ്ട് ആരോഗ്യമുള്ള ഒരു സമയങ്ങളിൽ നമ്മള് കൃഷിപ്പണിയായിട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരം പോകാനായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. കൂടുതൽ സ്ഥലത്തേക്കൊന്നും ഇറങ്ങി അങ്ങനെ നടന്നു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടില് അങ്ങോട്ടൊന്ന് ഇറങ്ങി ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ആ വിറകൊന്ന് കൊത്തി അത് എടുത്തു വെച്ച് കൊടുത്തു. അത് ഒരു TV ഒന്നും അങ്ങനെ കാണൂല. പത്രം വായിച്ചിരിക്കും. പത്രം വായിക്കും. ആ പത്രം വായിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു നേരെ കഞ്ഞിയൊക്കെ കുടിച്ച് ചിലപ്പോൾ അവിടെ ഒന്ന് കിടക്കും, എന്നാലും ഉറങ്ങൂല. പിന്നെ മഴയായി. ഇവിടെ ഒരു കുറച്ച് മരം, ഒരു 10-40 മരം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വെട്ടിയെടുത്ത് ആണ് കൊടുത്തിരിക്കണത്. അതിപ്പോ ഈ മഴ വന്ന പിന്നെ അത് കടലാസൊന്നും കിട്ടില്ല, അതിനുള്ള സ്ഥലം കിട്ടില്ല വഴക്കന്മാരെത്തി. അങ്ങനെ ഒരു തൊഴിലൊക്കെ കാലത്ത് അവിടെ ഇറങ്ങി ചെന്നാൽ ചെയ്തു. അത് അങ്ങനെ അങ്ങ് നേരം പോക്കി പോകുന്നു. വളർത്തു മൃഗങ്ങളും ഉണ്ടോ? പശു, ആടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? നേരത്തെ ഉണ്ടായിരുന്നില്ല. അതിനെ നോക്കാനും പിടിക്കാനും ഒന്നും ആളില്ല. ഇല്ലാത്തതാണ്. അമ്മയ്ക്ക് എങ്ങനെയാ നമ്മുടെ നേരം പോകുന്നത്? അടുക്കളയിലാണോ? പിന്നെ TV ഒക്കെ കണ്ട് TV, അടുക്കള അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നു. പിന്നെ മക്കളുടെ കാര്യങ്ങൾ, കൊച്ചുമക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ പോകും. നമുക്കിനി എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ എപ്പോഴും ബാക്കിയുണ്ടോ? എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പോയിട്ട് യാതൊരു സ്ഥലത്ത് പോകണമെന്നോ ഈ വീട് വിട്ടൊരു സ്ഥലത്തും പോകണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. മറ്റൊരു വീട്ടിലും പോയി താമസിക്കണമെന്നില്ല. പോയി വരാറേ ഉള്ളൂ. പോയേച്ച് പോരുള്ളൂ. അവിടെ കിടക്കല് പണിയില്ല. അതുപോലെ ഈ ടൂറൊക്കെ പോകുമ്പോ പിള്ളേര് പല സ്ഥലങ്ങളിലൊക്കെ പോയി വിളിക്കാറുണ്ട്. ഞാൻ പോയിട്ടുമില്ല. ഇവളാണെങ്കിൽ അങ്ങനെ ടൂറിനൊന്നും പോയിട്ടില്ല. ഇവരുടെ പള്ളികളിലൊക്കെ പോകുമ്പോ അതിന് പോകും, വേറെ ഒന്നും പോയിട്ടില്ല. അമ്മയ്ക്കോ എന്തൊരു ആഗ്രഹം ഉണ്ട്? ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകണമെന്നോ അല്ലെ ഇന്ന സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല, ആ സ്ഥലത്ത് ഇങ്ങനെ പോകണം എന്നൊരാഗ്രഹം ഉണ്ടോ? പള്ളി പോകാറുണ്ട്. പള്ളി പോകാറുണ്ട്. അല്ലാതെ
നമ്മൾ ഇതുവരെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ സ്ഥലത്തെ കുറിച്ച്, എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ല, പോയിട്ടില്ല. അങ്ങനെ ഒന്ന് പോകണം എന്നുള്ള ഒരു സ്ഥലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. യാത്രകൾ പൊതുവെ പോകാറുണ്ട്. മലയാറ്റൂരൊക്കെ പോകാറുണ്ട്, പറവൂർക്ക് പോകാറുണ്ട്. കുറെ ആളുകൾക്കും പോലെ ശബ്ദം പോണില്ല. യാത്രയുടെ ബുദ്ധിമുട്ട് കാരണം പോണില്ല. ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഒന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് ആക്സിഡന്റിന് ശേഷം. ആക്സിഡന്റ് പറ്റിയിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ബലം പോയി. ഈ പണ്ടത്തെ പോലെ ഒരു പണി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോണോന്ന് പിന്നെ അങ്ങോട്ട് മനസ്സിൽ മടിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃഷി കൂടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് ഞാൻ അവിടെ അതിന്റെ വരുമ്പോഴൊക്കെ വണ്ടി വിടുക, കൊയ്യാൻ ആളെ വിളിച്ചു കൂട്ടി, ഈ പാകികളെ കൂട്ടിയൊക്കെ കൊയ്ച്ചൊക്കെ എടുത്തു. ഈ പരിപാടി പറ്റിയ പിന്നെ അതും അവിടെ വെറുതെ കിടക്കുക. കന്നാലി കയറി വരമ്പൂല്ല ഒന്നുമില്ലാണ്ട് അങ്ങനെയൊക്കെ. രസകരമായ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ അനുഭവങ്ങള്, നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചതില്, വിശേഷങ്ങൾ പങ്കുവെച്ചതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ പുതിയ വ്യക്തികളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.